നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി. പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ സംഘർഷമെന്ന വാർത്ത വരുന്നു. കാർ യാത്രക്കാരും ടോൾ പ്ലാസ ജീവനക്കാരും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. അജി കുഞ്ഞുമോനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജി, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? വിവരങ്ങൾ എന്തൊക്കെയാണ് അജി? ഡോക്ടർ ഉമേഷ്, ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു അക്രമ സംഭവം ഈ പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ നടന്നത്. ഈ പന്തീരങ്കാവ് ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട അടുത്തിടെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതിലേക്കൂടെ പോയിരുന്ന ഒരു കാറിന്റെ ഫാസ്ടാഗിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഈ വാഹനം നിർത്തുമ്പോഴേക്കും അവിടുത്തെ ജീവനക്കാർ വാഹനത്തിൽ വടി ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് ഈ പ്രധാനമായും പരാതിയിൽ പറയുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വാഹനത്തിൽ ഇരിക്കുമ്പോഴാണ് അതിഥി തൊഴിലാളികളായ ജീവനക്കാർ, ടോൾ ബൂത്തിലെ ജീവനക്കാർ ഇത്തരത്തിൽ അക്രമം നടത്തിയത്. ഇതിനെതിരെ വ്യാപക തരത്തിലുള്ള പരാതികൾ ഇതിനു മുൻപുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സമാന രീതിയിലുള്ള ആക്രമണം നടന്നപ്പോൾ അന്ന് ഈ ടോൾ പ്ലാസയിലെ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ന് വീണ്ടും ഇത്തരത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടാകുകയാണ്. ഈ ടോൾ ബൂത്തുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഈ ഫാസ്ടാഗിൽ പൈസ ഈടാക്കുന്നതിൽ ചില കാലതാമസമൊപ്പം തന്നെ റീഡ് ചെയ്യാത്ത സാഹചര്യം, ഫാസ്ടാഗിന്റെ ടാഗ് റീഡാകാത്ത ചില സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ട്. ഇതിലൂടെ വാഹന യാത്രക്കാരുമായി പലപ്പോഴും വാക്കേറ്റവും ഉണ്ടാകാനുള്ള ഒരു ഏറെ സാധ്യതയും കൂടുതലാണ്, നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് തവണ അത് വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇന്ന് അത്തരത്തിൽ സമാനമായ ഒരു സംഭവം അവിടെ ഉണ്ടായി. തുടർന്ന് നാട്ടുകാരും ഒപ്പം തന്നെ മറ്റു കാർ യാത്രക്കാരും എല്ലാവരും ചേർന്ന ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമായി. ജീവനക്കാർ ഈ വടിയും കമ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാറുകൾക്ക് പോറലുകൾ വരുത്തുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 8 മണി മുതൽ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഈ പന്തീരങ്കാവ് മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ ദേശീയപാതയുടെ കോഴിക്കോട് ജില്ലയിൽ തുടങ്ങുന്നത് പന്തീരങ്കാവിലാണ് ഈ പ്രധാനമായും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ പന്തീരങ്കാവ്, ഒപ്പം തന്നെ കോഴിക്കോട് ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ സമാനമായ ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ ഉമേഷ്. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാകും ഹർജികൾ പരിഗണിക്കുക. 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിൽ തീരുമാനമുണ്ടായേക്കും. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തുന്നത്. മതാചാരങ്ങളും വ്യക്തി സ്വാതന്ത്ര്യം സംബന്ധിച്ച ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുക. യുവതീ പ്രവേശനം അനുവദിച്ചുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിക്കെതിരെ പുനഃപരിശോധനയടക്കം 67 ഹർജികൾ നിലവിൽ സുപ്രീം കോടതിയിലുണ്ട്. 2019 കേസ് 9-അംഗ ബെഞ്ച് പരിഗണിച്ചപ്പോൾ ഉണ്ടായിരുന്ന ജഡ്ജിമാരിൽ അവശേഷിക്കുന്ന ഏകയാളാണ് ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. 9-അംഗ ബെഞ്ച് കേസിൽ എന്നു മുതൽ വാദം തുടങ്ങുമെന്ന കാര്യം തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ നിന്നുണ്ടായേക്കും. ഹർജികൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടി വരും. യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഹർജികളിൽ വാദം കേൾക്കുമോ എന്നതും പ്രധാനമാണ്. 24 ഡൽഹി. ശബരിമല യുവതീ പ്രവേശന കേസിൽ സർക്കാർ മുൻ നിലപാട് മാറ്റിയിട്ടുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ആ നിലപാട് താൽക്കാലികമാണോ സ്ഥിരമാണോ എന്ന് ഇതോടെ അറിയാം. NSS മാത്രമാണ് കേസിലെ കക്ഷി. കോടതിയിൽ സർക്കാർ എന്തു പറയുമെന്ന് NSSന് പറയാൻ കഴിയില്ലെന്നും G. സുകുമാരൻ നായർ പ്രതികരിച്ചു. നിലപാട് മാറ്റി, അത് സ്ഥിരമായിട്ടും ഇതും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കേസിന് തീരുമാനമായിട്ടില്ല, സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ചിൽ കിടക്കുകയാണ് എന്നും പറഞ്ഞല്ലോ. നിലപാട് മാറ്റി. നിലപാട് താൽക്കാലികമാണോ സ്ഥിരമാണോ എന്നുള്ള ഇതുകൊണ്ട് അറിയാം. നമ്മളിപ്പോ അതിനകത്ത് മെയിൻ കക്ഷി നമ്മൾ തന്നെ ഉള്ളൂ. പിന്നെ അതിനകത്ത് റിവ്യൂ കൊടുത്തിരിക്കുന്ന മറ്റുള്ളവര്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സന്നിധാനത്തെ SITയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. വിവാദ സ്വർണ്ണപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ജംഷഡ്പൂരിലേക്ക് അയക്കും. SIT അന്വേഷണം അന്തിമഘട്ടത്തിലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. സന്നിധാനത്ത് ശ്രീകോവിലിനു ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം സാമ്പിളുകൾ ശേഖരിച്ചത്. വലിയ ഭാഗങ്ങളാണ് സ്വർണ്ണപ്പാളികളിൽ നിന്ന് മുറിച്ചത്. ഓരോ പാളികളിൽ നിന്നും 3 സാമ്പിളുകൾ വീതം ശേഖരിച്ചു. പരിശോധന 2 ദിവസം നീണ്ടുനിന്നു. പാളികളിലെ സ്വർണത്തിന്റെ കൃത്യമായ അളവ് തിട്ടപ്പെടുത്തുന്നതിനോടൊപ്പം അവയുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിക്കുക എന്നതാണ് ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ജാംഷഡ്പൂരിലേക്ക് അയക്കും. ശാസ്ത്രീയ പരിശോധനയുടെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ നീക്കം.
അതേസമയം SIT അന്വേഷണം അന്തിമഘട്ടത്തിലെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖറിന്റെ പ്രതികരണം. As on today, they are almost coming to the end of the investigation. SIT നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, നല്ലപോലെ അന്വേഷിക്കുന്നതാണ്. അതിന്റെ ഹൈക്കോടതി അതിന് പ്രോപ്പറായിട്ട് സൂപ്പർവൈസർ കൊടുക്കുന്നു. കേസിൽ CBI അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾ CBI അന്വേഷണമാണെന്ന് പറയുകയാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു 5 CBI കേസ് കൈകാര്യം ചെയ്തത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നേട്ടം നേടിയതായി പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചോളൂ. നമ്മുടെ എല്ലാ മനസ്സിൽ ഈ CBI കേസ് മമ്മൂട്ടി കേസാണ്. അമ്മാതിരി കേസിനെ പറ്റിയാണ് ഇവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും പറയാനില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർണ്ണപ്പാളിയുടെ അളവിലും തൂക്കത്തിലും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ടെന്നാണ് വിവരം. 24 പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചെലവ് കണക്കിൽ ഉരുണ്ടുകളിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടായെന്നാണ് ദേവസ്വം ബോർഡിന്റെ ന്യായീകരണം. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്ന് ഓഡിറ്റിൽ പറയുന്നത് പിശകാണെന്നും ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേവസ്വം ബോർഡ് പണം തിരിച്ചടച്ചത് സംബന്ധിച്ച് നിയമസഭയിൽ നൽകിയ മറുപടി ശരിയാണെന്ന് മന്ത്രി VN വാസവൻ. ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പ് ഇറക്കാതെ കൃത്യമായ കണക്ക് കോടതിയിൽ കൊടുക്കണമെന്ന് VD സതീശൻ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്കിലെ ക്രമക്കേടുകളും പൊരുത്തക്കേടുകളും പുറത്തുവന്നത് മൂലം സർക്കാരിനുണ്ടായ ക്ഷീണമകറ്റാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രാവിലെ തന്നെ വാർത്താക്കുറിപ്പിറക്കിയത്. ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും ബില്ലുകൾ സമർപ്പിച്ച ഊരാളുങ്ങളുടെ ഉപകമ്പനിയെയും പരോക്ഷമായി പഴിചാരുന്നതാണ് ബോർഡിന്റെ വാർത്താക്കുറിപ്പ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്ന പരാമർശം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടായി. നന്ദഗോവിന്ദ ഭജൻസിന് തുക നൽകിയെന്ന് ഓഡിറ്റിൽ പറയുന്നത് പിശകാണെന്നും ബോർഡ് വിശദീകരിക്കുന്നു. സ്പോൺസർഷിപ്പായി ലഭിച്ച 3 കോടി രൂപ ബോർഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതിഥികൾ മാത്രമല്ല, ജീവനക്കാരും തൊഴിലാളികളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ വിവേചനം കാട്ടിയിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വിശദീകരിക്കുന്നു. ഇത് തെറ്റായി പറഞ്ഞൊരു നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയണം, ചെന്നിത്തല ഉൾപ്പെടെ. കാരണം 17/10/2025 കൃത്യമായി ദേവസ്വം ബോർഡ് ആ 3 കോടി രൂപ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് രേഖയാണ്. സ്വർണ്ണക്കൊള്ള പോലെ ആഗോള അയ്യപ്പ സംഗമത്തിലും വൻ വെട്ടിപ്പ് നടന്നുവെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ചയാണ് അയ്യപ്പ സംഗമത്തിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ച പോലെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല. അയ്യപ്പ സംഗമത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് കൃത്രിമരേഖ ഉണ്ടാക്കിയതിന് നടത്തിപ്പുകാർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് നിറം പിടിപ്പിച്ച കഥകളാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. വസ്തുതകൾ എന്നായാലും പുറത്തുവരും, അതുവരെ ദുഃഖഭാവത്തോടെ സഹിക്കേ നിവർത്തിയുള്ളൂവെന്നും PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം. 5 കുരുന്നുകൾക്ക് പൊതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം മടങ്ങുന്നു. ആലിന്റെ വൃക്കകളും കരളും മറ്റ് 2 കുട്ടികളിൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയായി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ ഹൃദയവാൽവും നേത്രപടലങ്ങളും ദാനം ചെയ്തിരുന്നു. ആലിൻ ഷെറിൻ എബ്രഹാം 10 മാസം പ്രായമുള്ള കുഞ്ഞുമാലാഖ ലോകം വിട്ടു പോയെങ്കിലും 5 പേരിൽ പുതുജീവനായി തുടിക്കും. 10 വയസ്സുള്ള കുട്ടിക്കാണ് 2 വൃക്കകളും മാറ്റിവെച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ശസ്ത്രക്രിയ. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കരൾ നൽകിയത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ രാവിലെ ശസ്ത്രക്രിയ പൂർത്തിയായി. ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച 2 കുട്ടികളുടെയും ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചെയോടെയാണ് അവസാനിച്ചത്. ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ചെങ്കിലും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി കൂടി സംബന്ധിച്ച ശുഭവാർത്തകൾക്കായാണ് കാത്തിരിപ്പ്. 3 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് അവയവങ്ങൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇക്കഴിഞ്ഞ 5-ന് MC റോഡിൽ പള്ളത്തുണ്ടായ അപകടത്തിലാണ് ആലിന് ഗുരുതര പരിക്കേറ്റത്. വ്യാഴാഴ്ചയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ അവയവദാനത്തിന് മാതാപിതാക്കളായ ഷെറിനും അരുണും സന്നദ്ധത അറിയിച്ചത്. 24 തിരുവനന്തപുരം. നാട് നെഞ്ചോട് ചേർത്ത ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട ചൊല്ലാനൊരുങ്ങി ജന്മനാട്. നാളെ പത്തനംതിട്ട മല്ലപ്പള്ളിക്ക് സമീപം നെടുങ്ങാടപ്പള്ളിയിലെ സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. ആലിൻ ഷെറിൻ എബ്രഹാം പിച്ച വച്ചു തുടങ്ങിയ വീട്ടിൽ കണ്ണീരുണങ്ങുന്നില്ല. ഓർമ്മകളിൽ നിറയെ ചിരിയും കളിയും കുഞ്ഞു കരച്ചിലും.
മറ്റുള്ളവർക്ക് പുതുജീവനയേകി ലോകത്തോട് വിട പറഞ്ഞ ആലിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വാലുമണ്ണിൽ വീട്ടിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും 5 മക്കളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസം കുടുംബത്തിന്റെ വാക്കുകളിൽ. അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോകുമെന്നുള്ള ഉറപ്പായിരുന്നു. അതുപോലുള്ള ആക്സിഡൻറ്റും അതുപോലുള്ള അവസ്ഥയുമായിരുന്നു. 7-8 ദിവസമായിട്ട് ഒരേ കണ്ണുപോലും തുറക്കാതെ കിടക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോയാലും ഞങ്ങൾക്ക് 5 കുട്ടികളെ കിട്ടിയെന്നുള്ളതാണ്. കുഞ്ഞു വേർപിരിഞ്ഞതിന്റെ തീരാനോവിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായ ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പ്രശംസിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെ നാളെ നാട് ആലിന് വിട നൽകും. നാളെ വീട്ടിൽ പൊതുദർശനം. വൈകിട്ടോടെ നെടുങ്ങാടപ്പള്ളി സെയിന്റ് മേരീസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. 24 തിരുവനന്തപുരം. കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്ത്. 6 വയസ്സുള്ള കുഞ്ഞ് 1 വർഷത്തോളം പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരം. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനമുണ്ടായി. സംഭവത്തിൽ പോലീസ് പോക്സോ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ മാസം 16-നാണ് അച്ഛനെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. 6 വയസ്സുകാരി മരണ ദിവസവും പീഡനത്തിനിരയായെന്നാണ് കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടത്തിൽ there are some certain aspects of more offenses and we are investigating into it. അതിനകത്ത് ഇനീഷ്യലി ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് പോലീസിന് കൂടുതലായിട്ട് വിവരങ്ങൾ മനസ്സിലായത്. പിതാവ് ലഹരിക്കടിമയെന്നാണ് വിവരം. ആരാണ് പീഡിപ്പിച്ചതെന്നതിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് അമ്മയുടെ മൊഴി. 24 കൊച്ചി. ആലപ്പുഴ പുന്നപ്രയിൽ നാടിനെ നടുക്കി ക്രൂരപീഡനം. 14 വയസ്സുകാരി പിതാവും ബന്ധുക്കളും ചേർന്ന് 4 വർഷം പീഡിപ്പിച്ചു. പെൺകുട്ടി സുഹൃത്തിനോട് വിവരങ്ങൾ തുറന്നു പറഞ്ഞതോടെയാണ് പരാതി പോലീസിൽ എത്തുന്നത്. സംഭവത്തിൽ പിതാവ് ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. 14 വയസ്സുകാരിയായ പെൺകുട്ടി 8-ാം വയസ്സിൽ അമ്മയുടെ സഹോദരനിൽ നിന്നാണ് ആദ്യം പീഡനമേറ്റത്. പോലീസ് പിടിയിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങി ആത്മഹത്യ ചെയ്തു. ഇതോടെ അമ്മ കുട്ടിയെ ഉപേക്ഷിച്ചു. പിന്നീട് CWCയുടെ സംരക്ഷണയിലേക്ക് മാറ്റി. 2022-ലാണ് കുട്ടിയെ പിതാവിന് കൈമാറുന്നത്. പിതാവ് കൂട്ടിക്കൊണ്ടുപോയത് സഹോദരിയുടെ വീട്ടിലേക്കും. ഇവിടെ വെച്ചാണ് വർഷങ്ങൾ നീണ്ട ലൈംഗിക വൈകൃതത്തിന് പിതാവ് മകളെ ഇരയാക്കിയത്. ഇതുകൂടാതെ പിതാവിന്റെ സഹോദരി ഭർത്താവും പിതാവിന്റെ സഹോദരിയുടെ മകനും മറ്റൊരു ബന്ധുവും പീഡിപ്പിച്ചു. പിതാവിനൊപ്പം വീട്ടിലിരുന്ന് മദ്യപിച്ച ശേഷമായിരുന്നു ബന്ധു പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടി സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം പീഡന വിവരം തുറന്നു പറഞ്ഞു. ഇതോടെയാണ് പരാതി പോലീസിലെത്തുന്നത്. കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതോടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായി. പിതാവ് ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. പിതാവിന്റെ ബന്ധുവിനെ ഇനി പിടികൂടാനുണ്ട്. പെൺകുട്ടിയെ കുടുംബശ്രീയുടെ കീഴിലുള്ള സ്നേഹിത സെന്ററിന്റെ സംരക്ഷണയിലേക്ക് മാറ്റി. 24 ആലപ്പുഴ. സുന്നി ഐക്യത്തെ സ്വാഗതം ചെയ്തും പിളർപ്പിന്റെ കാരണം ഓർമ്മിപ്പിച്ചും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഐക്യസംഘം ഉണ്ടാക്കിയതാണ് ഐക്യത്തിന് കാരണമായതെന്നും ആദർശത്തിലൂന്നിയ ഐക്യത്തോടാണ് താൽപര്യമെന്നും കാന്തപുരം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെയും പരോക്ഷമായി വിമർശിച്ചു. സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ തിരികെ വരണമെന്ന് EK സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതോടെയാണ് ഐക്യ ചർച്ചകൾ വീണ്ടും സജീവമായത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. ഐക്യം അനിവാര്യതയാണെന്നായിരുന്നു ഇതിനോട് കാന്തപുരത്തിന്റെ പ്രതികരണം. എന്നാൽ ഭിന്നിപ്പിന്റെ കാരണം ഓർമ്മിപ്പിച്ച കാന്തപുരം ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തുപോയിട്ടില്ലെന്നും പുതിയതായി മെമ്പർഷിപ്പ് എടുത്തവർക്ക് അതറിയില്ലെന്നും ജിഫ്രി തങ്ങൾക്ക് മറുപടി നൽകി. വഹാബി മൗദൂദികളുമായി ചേർന്ന് ഐക്യസംഘമുണ്ടാക്കിയതാണ് ഐക്യം തകരാൻ കാരണമെന്നും കാന്തപുരം ഓർമ്മിപ്പിച്ചു. ഒറ്റക്കെട്ടായ ജീവിതവും തകർക്കുന്ന ഒരു അനൈക്യ പ്രവർത്തനമായിരുന്നു ഐക്യം എന്ന പേരിൽ ഇവിടെ നടന്നത്. AP സമസ്ത ശതാബ്ദി വാർഷിക സമ്മേളന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മലപ്പുറം കോട്ടക്കലിൽ നടന്ന പൊതുയോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. പൊളിറ്റിക്കൽ ഇസ്ലാം അപകടമാണെന്നും മതേതര പ്രസ്ഥാനങ്ങൾ ഇവർക്ക് രാഷ്ട്രീയ മാന്യത നൽകുന്നത് രാജ്യത്തിന്റെ ബഹുസ്വരതയെ പ്രതിസന്ധിയിലാക്കുമെന്നും AP സമസ്ത പ്രമേയവും അവതരിപ്പിച്ചു. 24 മലപ്പുറം. ഇനി തീപാറുന്ന പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയാണ് ഗ്രൗണ്ട് സീറോ.
KM മാണിയുടെ പാലായിലാണ് ഇന്ന് ഗ്രൗണ്ട് സീറോ. പാലാ തിരിച്ചുപിടിക്കുക കേരള കോൺഗ്രസ് എമ്മിന് അഭിമാന പ്രശ്നമാണ്. മണ്ഡലം നിലനിർത്താൻ ജോസ് കെ മാണിയുമായി നേർക്കുനേർ പോർമുഖം തുറന്നിരിക്കുകയാണ് മാണി സി കാപ്പൻ. ഷോൺ ജോർജ് കൂടി എത്തുന്നതോടെ ശക്തമായ ത്രികോണ മത്സരം നടക്കും. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലനായിരുന്നു KM മാണി. അധ്വാനവർഗ സിദ്ധാന്തം രചിച്ച കണ്ണടയും വരെ പാലയെ പ്രതിനിധീകരിച്ച അപൂർവ രാഷ്ട്രീയ പ്രതിഭ. അവതരിപ്പിച്ച 13 ബജറ്റുകൾ, രാഷ്ട്രീയ നയതന്ത്രജ്ഞത, മുന്നണി മാറ്റങ്ങൾ, വിവാദങ്ങൾ എന്നിങ്ങനെ 5 പതിറ്റാണ്ട് രാഷ്ട്രീയ കേരളത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. പാലാക്കാരും കേരളത്തിൽ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ മാണി സാർ എന്ന് വിളിച്ചു. മാറ്റമില്ലാതിരുന്ന പാലയുടെ മനസ്സ് KM മാണിയുടെ മരണത്തോടെ മാറി. 2019 ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി കേരള കോൺഗ്രസ് എം പരാജയപ്പെട്ടു. LDFന് വേണ്ടി മാണി സി കാപ്പനാണ് അട്ടിമറി വിജയം നേടിയത്. 2943 വോട്ടിന്റെ മിന്നുന്ന വിജയം. വൈകാതെ UDF വിട്ട് കേരള കോൺഗ്രസ് എം LDFൽ ചേക്കേറി. പാലാ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ മാണി സി കാപ്പൻ ഇടതുബന്ധം മുറിച്ചു. 2021 LDF സ്ഥാനാർത്ഥിയായി ഗോദയിലിറങ്ങിയത് സാക്ഷാൽ ജോസ് കെ മാണി. എന്നാൽ സംസ്ഥാനത്ത് വീശിയടിച്ച ഇടതു തരംഗത്തിനിടയിലും 15,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായി എത്തിയ മാണി സി കാപ്പൻ മണ്ഡലം നിലനിർത്തി. തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയത്ത് അടിതെറ്റി. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. പാലായിലെ സ്ഥാനാർത്ഥിയെ മന്ത്രി റോഷി അഗസ്റ്റിൻ പരസ്യമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. പാർട്ടി തീരുമാനിക്കും, ജോസ് കെ മാണി മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനത്തിൽ അവർ സമയത്ത് പുറപ്പെടുവിക്കുന്നത് മാത്രമേ ഉള്ളൂ. സത്യമായി രംഗത്ത് വരും, സജീവമായി നേരിടും, നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. ജോസ് കെ മാണി മത്സരിച്ചില്ലെങ്കിൽ ഭാര്യ നിഷ ജോസ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പാലാ നഗരസഭ നഷ്ടപ്പെട്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 1500-ലധികം വോട്ടിന്റെ ലീഡ് LDFന് നേടാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പാലായെ സംബന്ധിച്ചോളം പാല നമ്മുടെ സ്വന്തമാണ്. ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കും. 12,400-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പാലയിൽ. വിജയം ആവർത്തിക്കാൻ മാണി സി കാപ്പൻ തന്നെയായിരിക്കും ഇക്കുറിയും രംഗത്തിറങ്ങുക. വിജയിച്ചാൽ UDF മന്ത്രിസഭയിൽ അംഗമാകുമെന്ന പ്രചരണമാണ് മണ്ഡലമെങ്ങും മാണി സി കാപ്പന്റെ കേരള ഡെമോക്രാറ്റിക് പാർട്ടി നടത്തുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി 7 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ജനത്തിനെ സംബന്ധിച്ച് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യം, ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ 2 വാർഡിനുള്ളിൽ ഒതുക്കിയ വികസനത്തെ നാടാകെ വികസിക്കത്തക്ക രീതിയിൽ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. വോട്ടെവിടെ അവിടെ ഒരു വിലയാണ്. മുനിസിപ്പാലിറ്റിയുടെ വോട്ടിന് ഒരു വിലയാണ്, അവിടുത്തെ വോട്ടിന് ഒരു വിലയാണ്. അങ്ങനെ ജോസ് കെ മാണി സി കാപ്പൻ തീപാറും പോരാട്ടം എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജിന്റെ വരവ്. കഴിഞ്ഞ നിയമസഭ, ലോക്സഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 2004 ജയിച്ച ചരിത്രമുണ്ട്. എപ്പോഴും സ്ഥാനാർത്ഥികളെ കൃത്യമായി നോക്കുകയും മുന്നണികളെ നോക്കുകയും പാർട്ടികളെ അതിൻ്റെ പ്രസക്തി കാലാനുസൃതമായി കാലഘട്ടത്തിനനുസരിച്ച് എന്താണ് നാടിന് ഗുണകരം എന്ന് വിലയിരുത്തി വോട്ട് ചെയ്യുന്നൊരു സമൂഹമാണ് പാലായിലുള്ളത്. അതുതന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പാല വഴിമാറുകയാണ്. T20 ലോകകപ്പിലെ മത്സരത്തിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈകൊടുക്കുന്നതിൽ സസ്പെൻസ് തുടർന്ന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് 24 മണിക്കൂർ കാത്തിരിക്കുമെന്നും ടോസ് സമയത്ത് സസ്പെൻസ് പൊളിക്കുമെന്നും മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. कल कर देता हूँ ना ब्रेक सस्पेंस. अभी तो बताया मैंने उनको 24 घंटे आप रुक जाओ, अच्छा गेम खेलेंगे, फिर गेम के बाद अभी इम्पोर्टेंट क्या है आप बताओ. कल गेम इम्पोर्टेंट है, पहले गेम खेलेंगे, उसके बाद टॉस का टॉस पे देखेंगे ना. अभी आप रुक जाओ ना 24 घंटा. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.